നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങളെല്ലാവരും കൂടി സാധാരണ പോലെ തന്നെ ഒരു വണ്ടി പിടിച്ച് പോവുകയാണ്. ഇത് എപ്പോഴും പോകുന്ന വണ്ടിയല്ല, ഇതൊരു പുതിയ വണ്ടിയും പുതിയ യാത്രക്കാരുമാണ്. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല സന്ധ്യയായി. അറിയാമല്ലോ, ഭഗവാനെ കൊട്ടിയൂരെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം പുതിയ ആൾക്കാരാണ് ഇതിനകത്തിരിക്കുന്നത്. വൈശാഖ മാസത്തിലാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. അക്കരെ കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ രണ്ട് ഇതുണ്ട്, അക്കരെ കൊട്ടിയൂറും ഇക്കരെ കൊട്ടിയൂരുമുണ്ട്. അക്കരെ കൊട്ടിയൂർ എപ്പോഴും നമ്മൾ തുറക്കാറുണ്ട്. പക്ഷേ ഇക്കരെ കൊട്ടിയൂർ വർഷത്തിൽ 28 ദിവസം വൈശാഖ മാസത്തിലാണ് അവിടെ തുറക്കുന്നത്. പക്ഷേ സ്ത്രീകൾക്ക് അവിടെ ഭണ്ഡാര എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ നമുക്ക് യാത്ര പോകാൻ പറ്റുകയുള്ളൂ. അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്, തൻ്റെ മകൾ സതീദേവിയെയും ശിവഭഗവാനെയും അറിയിക്കാതെ ദക്ഷൻ ഒരു യാഗം നടത്തി. ശിവൻ്റെ വിലക്കിനെ മാനിക്കാതെ സതീദേവി യാഗത്തിന് പോവുകയും സ്വപിതാവിൽ നിന്ന് അപമാനിതയാവുകയും സ്വയം ആത്മഹൂതി ചെയ്യുകയും ചെയ്തു. സതീദേവിയെ തിരക്കി വന്ന ഭഗവാൻ ഈ രംഗം കണ്ട് കോപാകുലനാവുകയും ദക്ഷൻ്റെ ശിരസ് അറക്കപ്പെടുകയുമാണ് ചെയ്തത്. അങ്ങനെ ആ യാഗം നടന്ന സ്ഥലമാണ് നമ്മുടെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. അങ്ങനെ നമ്മൾ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അതൊരു ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ കാടാമ്പുഴയിലാണ് ആദ്യം വന്നത്. പക്ഷേ നേരം വെളുത്ത് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടാണ് പിന്നെ രാവിലെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് കൊട്ടിയൂരിലേക്ക് പോയത്. നല്ല യാത്രയായിരുന്നു. നമുക്ക് ഒരുപാട് ദൂരമായിരുന്നു പോകാനുള്ളത്. രാത്രിയൊക്കെയായി നമ്മൾ അവിടെ ചെന്നപ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഉറങ്ങുന്നു, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ കൊണ്ടുപോയ ആൾ മനോജ്. ഇപ്രാവശ്യം പുതിയ ആളുടെ ട്രിപ്പിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ സാധാരണ പോകുന്ന ബാബുവിൻ്റെ കൂടെ ഇപ്രാവശ്യം കൊട്ടിയൂർ അവർക്ക് യാത്രയില്ലായിരുന്നു. അത് കാരണം നമ്മൾ ഇവരുടെ കൂടെയാണ് ഇപ്രാവശ്യം പോയത്. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ സന്ധ്യയായി. ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. ഇരുട്ടായതുകൊണ്ട് എന്ത് ചെയ്യുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ തൊഴാനൊക്കെ പറ്റുമോ, നല്ല ഇരുട്ടായിപ്പോയല്ലോ. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ നല്ല ക്യൂ ഉണ്ട്. നല്ല ശരിക്കും ആളുകളും വെട്ടവും എല്ലാം കൂടെ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, നല്ല മഴയായിരുന്നു ഞങ്ങൾ ബസ്സിൽ വെച്ച്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പം മഴയൊന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് തൊഴാനൊക്കെ പറ്റി. അല്ലെങ്കിൽ തന്നെയും കൊട്ടിയൂർ എപ്പോഴും ഒരു മഴ കാണും എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഭഗവാനെ തൊഴാൻ പോകുമ്പോൾ ചാറ്റൽ മഴ നമ്മുടെ തലയിൽ വീഴണമെന്നാണ് പറയുന്നത്. അതുപോലെ ചാറ്റൽ മഴയിൽ തന്നെയാണ് ഞങ്ങൾ തൊഴുതത്. നല്ല ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു അത്ഭുതം പോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾക്കങ്ങ് എത്താൻ പറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്നൊരു രഹസ്യമാണ്. കാരണം ആ ക്യൂ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എപ്പോഴാണോ ഭഗവാന്റെ അടുത്ത് എത്തുന്നത്. ഈ വെള്ളത്തിലൂടെ വേണം നമുക്ക് പോകാനും. ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളൊരു ഒരു ക്യൂ കുറേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആ ക്യൂവിനൊരു വിടവ് വരികയും എന്തോ ഞങ്ങൾ അതിനകത്തായി. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഭഗവാനെ കാണാനായിട്ട് പോകാൻ പറ്റി. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ അങ്ങ് മുന്നേ പോയി. അത്രയും ഒരു ജനത്തിരക്കായിരുന്നു. ഒരു പ്രളയം പോലെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. വെള്ളവും എല്ലാം കൂടെ. നമ്മളിങ്ങനൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഇത്രയും തിരക്കിലൂടെ നമ്മൾ യാത്ര ചെയ്യുക എന്നത് ഒരു വലിയൊരു അനുഗ്രഹം തന്നെ. ആ ഒരു സ്ഥലം, ആ ദക്ഷിണ കാശി തന്നെയാണത്. അവിടെ ആ ഭഗവാൻ സ്വയംഭൂവായ സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. അത്രയും നല്ല മഹത്തായ ആ സ്ഥലത്ത് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ എന്നത് തന്നെ വളരെ ഭാഗ്യം തന്നെയാണ്. അതാ ഒരു അത്ഭുതവുമാണ്. അത് ഓരോരുത്തർക്കും കിട്ടിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. കുറേ നാൾ കൊണ്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ലല്ലോ. വർഷത്തിലാകെ കുറച്ച് ദിവസമേ സ്ത്രീകൾക്ക് കയറാനും പറ്റത്തുള്ളൂ. അങ്ങനെ അവിടുത്തെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ജനത്തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. രാത്രി ആയതുകൊണ്ട് വീഡിയോ അത്രയ്ക്ക് ക്ലിയറായി കാണത്തില്ല. രാത്രി ഒരു 8-9 മണിയൊക്കെ ആയി. 9 മണിയൊക്കെ ആയി ഞങ്ങളിപ്പോൾ അതിനകത്ത് നിൽക്കുന്നില്ല.
അപ്പോൾ അവിടെ ശിവേലിക്കുള്ള സമയമൊക്കെ ആയി. എന്നിരുന്നാലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി എന്നതാണ്. എല്ലാം നമ്മൾ കണ്ട് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതു. അകത്തുനിന്ന് നമുക്ക് പ്രസാദവും ചന്ദനവും കൂടെ കിട്ടും. അതാണ് ഒരു വലിയൊരു അത്ഭുതം. അവിടെ നിന്ന് അങ്ങനെ പ്രസാദം കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്രയും തിരക്കും മഴയും ഒക്കെ ഉള്ളൊരു സമയത്ത് അതൊക്കെ ഭഗവാന്റെ കാരുണ്യം തന്നെയാണ്. ഞങ്ങളുടെ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. സന്ധ്യ സമയത്തായിട്ട് പോലും ഇത്രയും ജനത്തിരക്ക്, വണ്ടികളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നന്നായിട്ട് നമുക്ക് ഭഗവാനെ തൊഴാൻ പറ്റുമായിരുന്നു. ആ വെള്ളത്തിനുള്ളിൽ പോയി കണ്ട് അവിടെ എല്ലാം അരടി പോലെ എല്ലാം ഇങ്ങനെ തീരെ തട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ ഇങ്ങനെ തൊഴുതാം. പൂജകളും ഒക്കെ നടക്കുകയാണ്. ആ പൂജകളിലൊക്കെ നമുക്ക് കണ്ട് തൊഴാനൊക്കെ പറ്റും. ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ആരും മറിഞ്ഞു വീഴത്തൊന്നുമില്ല. ഞങ്ങൾ പോയ സമയത്ത് ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. വളരെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ വെള്ളത്തിലൂടെയുള്ള യാത്രയൊക്കെ നമുക്കാകുമ്പോൾ നമുക്കൊരു സ്വയം നിയന്ത്രണം ഉണ്ടല്ലോ. അങ്ങനെ എന്തായാലും ഭഗവാനെ ഓരോ ചെയ്ത് നമുക്ക് രണ്ട് ആൾക്കാർ കാര്യ വിവരണങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. നന്നായിട്ട് അവിടെ ഞങ്ങൾക്ക് കുറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു ഭൂമിയിൽ, ഈ ഒരു സ്ഥലത്ത് നമ്മൾ കാല് ചവിട്ടുക എന്നുള്ളത് തന്നെയാണ് മഹാഭാഗ്യം. അപൂർവമായൊരു ഭാഗ്യം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. അവിടെ പോയിട്ടുള്ള ഓരോരുത്തർക്കും. പക്ഷെ നമ്മളെ പോകണമെന്ന് വിചാരിച്ചാൽ എപ്പോഴും പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല. ഭഗവാൻ നമ്മളെ വിളിച്ചാൽ മാത്രമേ അവിടെ എത്തിപ്പെടുത്തുള്ളൂ. ഞാനും കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നതാണ്. പക്ഷേ എനിക്കും ഇപ്പോഴാണ് സാധിച്ചത്. ഈ ആളുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാനും പല പ്രാവശ്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇത് എന്തൊരു അമ്പലമാണ്. ഈ വെള്ളത്തിൽ നിൽക്കുന്നല്ലോ എല്ലാവരും. എപ്പോൾ നോക്കുമ്പോഴും മഴച്ചാറ്റിൽ നനയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് പോകാൻ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതിൻ്റെ സമയത്താണ് ഈ പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചത്. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ആ വെള്ളത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോയി കാലൊക്കെ കഴുകുന്നതാണ്. ഇവിടെ വന്ന് കാല് കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നത്. പലരും പല രീതിയിൽ പോവും. കാലൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറി. അതൊരു കാണുന്നത് തന്നെ ഒരു സുഖം തന്നെയാണ്. ഇത് ഓടപ്പൂവ് ഇതിൻ്റെ മഹാത്മ്യം അറിയാവില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസാദമാണ്. ഇവിടെ ആര് പോകുന്നോ അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് അവർ തന്നെ ഉണ്ടാക്കി നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ വീട്ടിലിടുന്നതും മഹാഭാഗ്യമാണ്. ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ വാതിലിൽ നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജികളും പോകും എന്നാണ് പറയുന്നത്. ഭയങ്കര ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതുപോലെ ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അതും നമ്മളൊക്കെ വാങ്ങുമായിരുന്നു. പിന്നെ ഷോപ്പിങ്ങൊക്കെ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ എവിടെ പോയാലും ഇതൊക്കെ നോക്കുമല്ലോ. കുഞ്ഞുങ്ങളാണ് അങ്ങനെ കമ്മലുകളൊക്കെ നോക്കുകയാണ്. എൻ്റെ കൂടെ വന്നവരൊക്കെ എല്ലാം അങ്ങനെയൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് പറശ്ശിനിക്കടവിലേക്കുള്ള യാത്രയാണ്. പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ്. മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക്. അതും ഒരു മഹാഭാഗ്യമായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്ക് അതും പോകാൻ പറ്റിയത്. അതും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ കണ്ണൂർ ഈ അമ്പലത്തിലൊക്കെ നമ്മൾ എങ്ങനെ എത്തപ്പെടും എന്ന് പല പ്രാവശ്യവും വിചാരിച്ചിട്ടുണ്ട്. പല പ്രാവശ്യവും എൻ്റെ സ്റ്റുഡൻസ്, എനിക്ക് യോഗ സ്റ്റുഡൻസ് കൂടുതലും കണ്ണൂർക്കാരാണ്. അപ്പോൾ ഞാനിങ്ങനെ യോഗ പഠിപ്പിക്കുമ്പോൾ അവർ കണ്ണൂർ, പറശ്ശിനിക്കടവ്, മുത്തപ്പൻ്റെ ക്ഷേത്രം, അവിടെ നല്ല പട്ടിക്കുട്ടികൾ, നായ്ക്കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ ഭഗവാന്റെ എപ്പോഴും എന്നൊക്കെ പല പ്രാവശ്യം എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചു പ്രാവശ്യം പോകാൻ പറ്റും. ഭഗവാന് അങ്ങനെ അവിടെ പോയി. അവിടെ നല്ല തിരക്കായിരുന്നു. നല്ല തിരക്ക്. അങ്ങോട്ട് കയറുകയായിരുന്നു. ഭയങ്കര ആളായിരുന്നു. അങ്ങനെ എന്തായാലും അകത്ത് കയറി ഭഗവാനെ കയറി. അപ്പോൾ അകത്തുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് പക്ഷേ ഇവിടെ ആരും അതിന് ആകെ കാണുന്ന രണ്ടാമത്തെ ശുദ്ധിയിലാണ് നമ്മൾ കണ്ടുകൊണ്ട് സ്നേഹിക്കുന്ന ഈ ജീവിയെ സ്നേഹിക്കുന്ന മനുഷ്യർ. രണ്ടാമതാണ് ഇവിടെ കാണുന്നത്. അത് നമ്മുടെ ഇടയിലൂടെ നമ്മൾ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രസാദമുണ്ട് കടല വേവിച്ചിട്ട് കടല ഇങ്ങനെ ഒഴുങ്ങിയിട്ട് അതിനകത്ത് വലിയ തേങ്ങാപ്പൂൾ ഇങ്ങനെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അതിന് ഭയങ്കര സ്വാദാണ്. അത് വാങ്ങിച്ച് കഴിക്കാൻ ആളുകൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അത് അവർക്ക് ഒരു പ്രസാദമാണ്. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നത് അത് കഴിക്കുന്നതും ഭയങ്കര പുണ്യമാണ്. നമുക്കും അതൊക്കെ കിട്ടും. ഇതൊക്കെ നിന്ന് നമ്മുടെ കൂടെ വന്നവരെല്ലാവരും
കൊടുക്കുകയാണ്. അത് വാങ്ങിച്ചിട്ട് അതൊരു നമ്മുടെ വീട്ടിലൊക്കെ കടല വീഴുമ്പോൾ ആ ഒരു ടേസ്റ്റൊന്നും അല്ല, ഒരു പ്രത്യേക സ്വാദാണ്. ആ ഒരു തേങ്ങാക്കൂടുമായിട്ട് ഇങ്ങനെ അടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരുന്നു. അതിന് ക്യൂവൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അതൊക്കെ ഞാൻ കഴിക്കുകയാണ്. എല്ലാവരും വാങ്ങി കഴിക്കുകയും. അപ്പോൾ നമ്മൾ പോയ സമയം നല്ലതായിരുന്നു. ആ സമയത്താണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ ചായയും കിട്ടിയായിരുന്നു. ഇവിടുന്ന് ഒരു ചായയും അത് നല്ല തിരക്കായിരുന്നു. ഭയങ്കര ആളായിരുന്നു. അപ്പം നമുക്കും എപ്പോഴും ആളാണ്. എപ്പോഴും അവിടെ പോകാമല്ലോ. അത്രയ്ക്ക് ആളാണ്. ഞാൻ അവിടെയും നിൽക്കാൻ ദർശനമൊക്കെ കിട്ടി. നന്നായിട്ട് അവിടെ പോകാനൊക്കെ പറ്റി. എന്തായാലും ഒരു മഹാഭാഗ്യമായിരുന്നു നമുക്ക് പോകാൻ പറ്റിയത്. നമുക്ക് നല്ല ആളാണ്. ഭയങ്കര കുറച്ച് അടക്കിയെന്ന് നമുക്ക് നന്നായിട്ട് പോകാനും അവിടുത്തെ പ്രസാദം ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്തു. അവിടെ ഒരു ഭക്ഷണം പോലും എന്തോ ഒന്നിൻ്റെ ഒരു പൊടിയാണ് പൊടിച്ചതാണ് അത്. ഞങ്ങളുണ്ട് മാത്രം, നമ്മൾ രണ്ടുപേരും കുറച്ചൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. എല്ലാം ഒന്നും ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തൊക്കെ വന്ന് കുറച്ച് വീഡിയോ എടുക്കും. ചെറിയ വീഡിയോ ആണ്. കാലാമ്പഴേ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ പറ്റിയോ നല്ല തിരക്കാണ്. തിരക്കാണെങ്കിൽ നമ്മൾ പോവും. ഞാൻ എടുത്തോട്ട് നമ്മളൊന്ന് കൊടുത്തോളൂ. ഈ വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വേറൊരു ചാനലാണ് അക്കാദമി. അത് നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും കാണാൻ മാത്രമേ ഇതുപോലുള്ള അമ്പലത്തിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും പോകാത്ത ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് ഇതെല്ലാം ഒന്ന് കണ്ട് ആ വെർത്തനസ് ആയി ഇതിലൂടെ കാണുമ്പോഴും ആ ഒരു ഓർമ്മ ഒരു ഇത് തന്നെ കാണുമെന്ന് നമുക്കുണ്ടാകും. നമ്മൾ തിരക്കിൽ നിങ്ങളാണ് പോകാൻ തിരക്ക് കാണാൻ അകത്തോട്ട് പോകുന്ന തിരക്കാണ്. നല്ല തിരക്കാണ്. അതാണ് ഇത്രയും വരെയും നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അവിടെയൊക്കെ തിരക്ക് നല്ല കച്ചവടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴയായതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും നോക്കിയില്ല. എന്നാലും കുറച്ച് കുപ്പിവളകളൊക്കെ വാങ്ങി. നല്ല കുപ്പിവളകളുടെ മാത്രം കടകളുണ്ടായിരുന്നു. അവിടോട്ട് യാത്രയെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറി ഒരു പോക്കാണ്. നല്ലൊരു സ്റ്റെപ്പിൽ തന്നെ കയറി ചിലരൊന്നും സ്റ്റെപ്പ് കയറാതെ ഫോറസ്റ്റുള്ള വഴിയിൽ പുറത്തോട്ട് വന്നതുകൊണ്ട്